കേരളത്തിലെ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ ഒരു 99% ആൾക്കാർ, അതായത് സർജറി ചെയ്ത് ട്രാൻസ് ആയ ആൾക്കാരെ അറിയാൻ പറ്റുമല്ലോ. അതെ എല്ലാവരും അറിയാം. പക്ഷെ ഒരു ക്രോസ് ഡ്രസ്സർ ആയിട്ടുള്ള ഒരാള്, സ്ത്രീയോ പുരുഷനോ ഞങ്ങൾക്കറിയില്ല, ട്രാൻസ്ഫോൺ ആണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വലിയൊരു ഇമ്പാക്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അവര് ട്രാൻസ്ജെൻഡർ ആണോ? സാർ, നമുക്ക് നമ്മുടേതായിട്ടുള്ള എല്ലാ തരത്തിലുള്ള നമുക്ക് നിയമപരമായിട്ട് ഇപ്പൊ ഏതൊരു വ്യക്തിയാണെങ്കിലും ഇപ്പൊ സാറ് പലതവണയും പല അവാർഡുകളും ഇതിന് 45-46 അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പൊ ഈ സിനിമയിൽ ഞാൻ അഭിനയിക്കുന്ന സമയത്ത് തന്നെ സാറിന്റെ ID കാർഡും കാര്യങ്ങളൊക്കെ പരിശോധിച്ചിട്ടുണ്ട്. ബിക്കോസ് ലക്കിയാണ് എന്തെങ്കിലും കാരണം വെച്ച് ഞങ്ങൾക്ക് അവാർഡുകൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ആൾക്കാർക്കും, സ്ത്രീയും പുരുഷനാണെങ്കിലും നമുക്ക് എല്ലാവർക്കും രേഖകളുണ്ട്. അപ്പോൾ സർജറി ചെയ്യണമെന്നൊന്നുമില്ല. ട്രാൻസ്വുമൺ ആവണമെങ്കിലും ട്രാൻസ്മെൻ ആവണമെങ്കിലും ഇത്തരത്തിലുള്ള രേഖകൾ നമ്മൾ സർക്കാരിന്റെ കയ്യിൽ നിന്നിട്ടാണ് സ്വീകരിക്കുന്നത്. ഇപ്പൊ സാറ് പറഞ്ഞ ക്രോസ് ഡ്രസ്സർ എന്ന് പറയുന്ന ഒരു സങ്കല്പം ഒരു ഗവൺമെന്റും നമ്മുടെ 2015 നമ്മുടെ ട്രാൻസ്ജെൻഡർ ബിൽ പോളിസി പാസ്സാവുന്നത് ഇന്ത്യയിൽ. അതിന് ഇംപ്ലിമെന്റ് ചെയ്ത് 2018-17 കാലഘട്ടത്തിലാണ് UDF ഇടതുപക്ഷ സർക്കാർ നമ്മുടെ കേരളത്തിൽ ഇത്തരത്തിലുള്ള ഒരു വിസിബിലിറ്റി ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നിട്ടുള്ളത്. അപ്പൊ അന്ന് മുതൽ ഇന്ന് വരെ നമ്മുടെ ഏത് ജില്ലയിലാണോ ബഹുമാനപ്പെട്ട കേരള സാമൂഹ്യ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് കീഴിൽ നമ്മളുടെ എല്ലാ തരത്തിലുള്ള രേഖകളും ഹാജരാക്കി വേണ്ടപ്പെട്ട അധികാരികൾ മൂലം ആ റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയയിലെ നമ്മുടെ ജില്ലാ കളക്ടർ ഒപ്പുവെച്ചതിനുള്ള രേഖകൾ കിട്ടി നമുക്ക് ട്രാൻസ്ജെൻഡർ ID കാർഡ് അതിപ്പോ സെൻട്രൽ ഗവൺമെന്റ് കീഴിലാണ്. എങ്കിൽ മാത്രമേ ഓരോരുത്തരുടെ ID കാർഡ് ഒപ്പിട്ട് എങ്കിൽ മാത്രമേ ഒരു ട്രാൻസ്ജെൻഡറോ ട്രാൻസ്മെനോ ആവുന്നുള്ളൂ. ക്രോസ് ഡ്രസ്സർ എന്ന് പറയുന്നത് അത് സ്വന്തമായിട്ടുള്ള സങ്കല്പമാണ്. നിങ്ങൾ അത്തരത്തിലുള്ള ഏതെങ്കിലും മനുഷ്യരെ നിങ്ങൾ പറ്റിക്കപ്പെടുകയാണ്. അവർ പറയുന്നുണ്ട്, പല ആൾക്കാരും പുരുഷനായിട്ടുള്ള ആൾക്കാർ വേഷം കെട്ടിയിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവർ പറയും സർജറിയിലൂടെ കടന്നു പോകുന്ന, ട്രീറ്റ്മെന്റിലൂടെ പോകുന്ന സമയമാണ്, ലേസർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്കിൽ നിങ്ങളൊക്കെ കബളിപ്പിക്കപ്പെടുന്നതാണ്. ഇത്തരത്തിൽ ആരെങ്കിലും ക്രോസ് ഡ്രസ്സേഴ്സിലൂടെ പെൺപേരുകളിലൊക്കെ കോൺടാക്ട് ചെയ്യുകയോ ചാറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്തിരുന്ന ബി അലേർട്ട്.